ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് നെജു എന്നാണ്. നമ്മൾ ലിഫ്റ്റിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഇലക്ട്രീഷ്യൻ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഇടയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ മുഴുവനായി കണ്ട ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും നാളെ തന്നെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. എല്ലാവരും പോയിട്ട് എക്സാം എഴുതി വരാം. പിന്നെ കോമ്പറ്റീഷൻ ലെവലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കട്രോണിക്സിൻ്റെ എക്സാം വരുന്നുണ്ട്. ഇലക്ട്രിക്കലരെ സംബന്ധിച്ച് ജൂനിയർ സിറ്റർ ഇലക്ട്രീഷ്യൻ്റെ എന്തോ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും പോയി എഴുതുക. നമ്മുടെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും മിക്കവാറും. പക്ക സിമ്പിൾ ആവുകയാണെങ്കിൽ മാത്രമേ കട്ട് ഓഫ് ഉയരത്തുള്ളൂ. പിന്നെ നമ്മൾ ആൻസർ കീ ഒരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ചാനലല്ല. കാരണം എക്സാം കഴിഞ്ഞിട്ട് നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും ആൻസർ കീ ഡിസ്കസ് ചെയ്യില്ല. എന്നോട് 2-3 പേര് ചോദിച്ചു. ഞാൻ മിക്കവാറും എക്സാം എഴുതാൻ പോകുന്നുണ്ടാവത്തില്ല. കാരണം എനിക്ക് കാർപ്പൻട്രി അങ്ങനത്തെ 2-3 ട്രേഡാണ് എനിക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതേ പഠിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴും പഠിക്കണം. ഇൻ്റർവ്യൂവിന് മിക്കവാറും ക്ലാസ് എടുക്കാനൊക്കെ ഉണ്ടാവും. മിക്കവാറും അല്ല, എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേ പഠനം അപ്പോഴും ചെയ്യണം. അപ്പോൾ അത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ കാർപ്പൻട്രി ഷീറ്റ് മെറ്റൽ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എക്സാം പോയി എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിന്നെ ഇതിൽ നമ്മൾ 2019 ക്വസ്റ്റ്യൻ ബാങ്കാണ്. മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എൻ്റെ പഴയ ഫയലിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങളെന്തായാലും ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹാൻഡ് ഹോയിസ്റ്റിംഗ് സിഗ്നൽ ഈസ് ഇല്ലുസ്ട്രേറ്റഡ്. നമ്മൾ ക്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ഹൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹുക്ക് ഒരുപാട് അടിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഹുക്കിൻ്റെ കറക്റ്റ് പൊസിഷൻ സംബന്ധിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത് സംബന്ധിച്ച്, അതുപോലെ വിമാനത്തിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലേ, സിഗ്നൽ നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഏത് സിഗ്നലാണ് കൊടുക്കുന്നതെന്നാണ്, സ്റ്റോപ്പാണോ, ഹോയിസ്റ്റാണോ, ലോവറാണോ, മൂവ് സ്ലോലിയാണോ. ഇത് ഹുക്ക് ലോവർ ചെയ്യാനുള്ള സിഗ്നലാണ് കൊടുക്കുന്നത് ഇയാൾ കൈകൊണ്ട്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ, വിച്ച് കളർ ഹെൽമെറ്റ് ഈസ് യൂസ്ഡ് ഫോർ വിസിറ്റേഴ്സ് അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്ന ഹെൽമെറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇത് വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. നമ്മൾ PMO അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ഥാപനത്തേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി ആയിട്ടാണല്ലോ അവർ പോവുക. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഗ്രേ ആണ്. എങ്കിൽ കൂടി ഇതിൽ ഗ്രേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓറഞ്ചാണ്. ഇത് ഇച്ചിരി ഡൗട്ട് ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇതിൽ ആൻസർ കീ പ്രകാരം ഓറഞ്ചാണ്. നമുക്ക് മെയിൻ ആൻസറായിട്ട് വരുന്നത് ഗ്രേ ആണ് വരിക. ഗ്രേ സേഫ്റ്റി ഹെൽമെറ്റ് ആർ യൂസ്ഡ് ഫോർ വിസിറ്റേഴ്സ്, കോൺട്രാക്ടേഴ്സ് ആൻഡ് ടെമ്പററി വർക്കേഴ്സ്. ഗ്രേ ഹെൽമെറ്റ് സിഗ്നിഫൈ ഇൻഡിവിജ്വൽസ് ഹൂ ആർ നോട്ട് പെർമനൻറ്റ് എംപ്ലോയീസ് ബട്ട് ആർ പ്രസൻറ്റ് ഓൺ സൈറ്റ് ഫോർ എ ലിമിറ്റഡ് പീരീഡ്. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് എഴുതിയിട്ടാണ്. ഹെൽമെറ്റിൻ്റെ കളർ ഇതവിടെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് നമുക്കറിയാം അല്ലേ. നമ്മൾ എഞ്ചിനീയർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും അല്ലേ, മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, സുപ്പീരിയേഴ്സ്, ഇവരാണ് വൈറ്റ് ഹെൽമെറ്റ് ധരിക്കുക. റെഡ് എല്ലാവർക്കും അറിയാമല്ലേ, ഫയർ ഫൈറ്റേഴ്സും എമർജൻസി ട്രെയിനേഴ്സും. ഗ്രീന് സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് പേഴ്സണും ഫസ്റ്റ് എയ്ഡ് പേഴ്സണിലൊക്കെയാണ് ഗ്രീന് നൽകുക. ഇനി ഇവിടെ ഓറഞ്ച് കണ്ടോ നിങ്ങൾ, ഓറഞ്ചാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. സപ്പോസ് അങ്ങനെ ആയിരിക്കും. ഓറഞ്ച് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, റോഡ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോളേഴ്സൊക്കെയാണ് ഓറഞ്ച് പ്രധാനമായിട്ടും ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഗ്രേ ആണ്. ഗ്രേ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓറഞ്ച് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇങ്ങനത്തെ അവർക്കും മിസ്റ്റേക്കാണെന്ന് തോന്നും. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്കും ഇതൊരു മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എമർജൻസി ലൈറ്റ്സ് പ്രൊവൈഡഡ് ഇൻ ലിഫ്റ്റ് കാർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ലിഫ്റ്റ് കാറിൽ നമ്മുടെ ലിഫ്റ്റ് ഉണ്ടല്ലോ, അതിൽ എമർജൻസി ലൈറ്റ് കൊടുക്കുന്നതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. എന്തിനാണ് എമർജൻസി ലൈറ്റ് എന്ന് കൊടുക്കുന്നത്? ടു മേക്ക് കോൾ ഔട്ട്സൈഡ്, പുറത്തോട്ട് വിളിക്കാനാണോ? ടു ഇൻഡിക്കേറ്റ് ദി കൺട്രോൾ സ്വിച്ചസ്, കൺട്രോൾ സ്വിച്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ആ സ്വിച്ചിൻ്റെ കളർ കണ്ടിട്ടുണ്ടാവില്ലേ. ടു മേക്ക് ദി വേ ടു എക്സിറ്റ് വേക്കുള്ള വഴി ചുവപ്പ് കളറിൽ അടയാളപ്പെടുത്തി നമുക്ക് പേടിയാവൂലേ അല്ലേ. ചുവപ്പ് കളറിൽ ഒരു വഴിയൊക്കെ ആരെങ്കിലും അടയാളപ്പെടുത്തും ഇല്ലല്ലോ. ടു കാൾ ദി റെസ്ക്യൂ ടീം, ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ടു ഇൻഡിക്കേറ്റ് ദി കൺട്രോൾ സ്വിച്ച്, ആ സ്വിച്ചിൻ്റെ അവിടെ നിന്നുണ്ടാവും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളർ ഉണ്ടാവില്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ഏതാണ് PP? നാലാമത്തെ ആൻസർ ഏതാ വരിക? ഗോഗിൾസ് ആണ് ആൻസർ വരിക. നാലാമത്തെ കണ്ണടകളാണ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ലാഡർ? ഇങ്ങനത്തെ ലാഡർ അല്ലേ, ഇത് 2 വേ സ്റ്റെപ്പ് ലാഡർ ആണോ, പ്ലാറ്റ്ഫോം ആണോ, ഓർക്കാഡാണോ, എക്സ്റ്റൻഷൻ ട്രസിൽ ലാഡർ ആണോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സ്റ്റൻഷൻ ട്രസിലാഡോ. ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാഡറാണ്. ഇനി
ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് ART? ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ട ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് നോക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഫിഗേഴ്സ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ ഇലക്ട്രോണിക്സ് ഏരിയയിൽ നിന്ന് വരും കേട്ടോ. ഇലക്ട്രോണിക്സ് ഏരിയയിൽ നിന്ന് ഫിഗേഴ്സ് എന്തായാലും വരും. ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് ആണോ, ഓട്ടോമാറ്റിക് റീസെറ്റ് ആണോ, റീസ്റ്റാർട്ട് ആണോ, റീസ്റ്റോർ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് ആണ് ARD. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വോൾട്ടേജ് ലെവൽ ഈസ് യൂഷ്വലി ട്യൂൺഡ് ഡൗൺ ബൈ ദി കൺട്രോളർ ടു ദി കൺട്രോളിംഗ് സിസ്റ്റം? 12 വോൾട്ട് മുതൽ 24 വോൾട്ട് ആണോ, അതോ 24 ടു 36 ആണോ, 36 വോൾട്ട് ടു 48 വോൾട്ട് ആണോ, 48 വോൾട്ട് ടു 60 വോൾട്ട് ആണോ? ഏത് വോൾട്ടേജ് ലെവലാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ട്യൂൺ ഡൗൺ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് വോൾട്ടേജ് ആണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെയാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഇതും നല്ലൊരു ചോദ്യമാണ്. വിച്ച് വോൾട്ടേജ് ലെവൽ ഈസ് യൂഷ്വലി ട്യൂൺഡ് ഡൗൺ ബൈ ദി കൺട്രോളർ ടു ദി കൺട്രോളിംഗ് സിസ്റ്റം? എത്രയാണ്? 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇലവേറ്റേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ റൈസ് ബിൽഡിംഗ്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ വീഡിയോസിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹൈ റൈസ് ബിൽഡിങ്ങിലേക്ക്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗിയർഡ് ട്രാക്ഷൻ എലിവേറ്റർ ആണോ, ന്യൂമാറ്റിക് ആണോ, ഹൈഡ്രോളിക് ആണോ, ഗിയർലെസ് ട്രാക്ഷൻ എലിവേറ്റർ ആണോ? ഏതാ കറക്റ്റ് ആൻസർ വരിക? ഡി ആണ് കേട്ടോ, ഗിയർലെസ് ട്രാക്ഷൻ എലിവേറ്റർ ആണ്. ഈ ഹൈഡ്രോളിക്കും ന്യൂമാറ്റിക്കും നമുക്ക് എന്ത് ചെയ്യില്ല, വല്ലാണ്ട് ഹൈറ്റിലായിട്ട് പോകാൻ പറ്റത്തില്ല. ഗിയർലെസ് ട്രാക്ഷൻ എലിവേറ്റർ ആണ് ഹൈ റൈസ് ബിൽഡിങ്ങിലേക്ക്. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അനദർ നെയിം ഓഫ് ന്യൂമാറ്റിക് എലിവേറ്റർ? ന്യൂമാറ്റിക് എലിവേറ്ററിനെ വിളിക്കുന്ന വേറൊരു പേരാണ് വാക്വം എലിവേറ്റേഴ്സിൽ. നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാക്വം എലിവേറ്റേഴ്സ്. ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കി വെക്കുക. ഇനി 10ാമത്തെ, വിച്ച് ഓപ്പറേറ്റ് ട്രാക്ഷൻ എലിവേറ്റേഴ്സ്? ഈ ട്രാക്ഷൻ എലിവേറ്റേഴ്സിനെ അല്ലെങ്കിൽ ട്രാക്ഷൻ എലിവേറ്റേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൈഡ്രോളിക് എഫക്റ്റ് വെച്ചിട്ടാണോ, അത് ന്യൂമാറ്റിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണോ, അത് മോട്ടറാണോ, അതോ കമ്പസ്റ്റൻ എഞ്ചിനാണോ? സിമ്പിൾ ചോദ്യമല്ലേ. ഏതാ വരിക? ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടാണ്. ഈ 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഈ 3 ഈ 4 നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ഇനി 11, വിച്ച് ഇസ് ദി നെയിം ഓഫ് പോർഷൻ മാർക്കഡ് എക്സ് ഇൻ ട്രാക്ഷൻ എലിവേറ്റർ പിറ്റ്? ഇല്ലേ, നമ്മളെ പിറ്റിൽ ട്രാക്ഷൻ എലിവേറ്റർ പിറ്റിന് എടുക്കുന്ന ഈ ഭാഗത്തിനെ എക്സ് എന്ന് വിളിക്കുന്ന ഈ ഭാഗം, എക്സ് എന്ന് വിളിക്കുന്ന ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരെന്താ? കൺസ്ട്രക്ഷൻ ജോയിൻ്റ് ആണോ, കോൺക്രീറ്റ് ആണോ, അതോ സൂപ്പർ ഷീൽഡ് ക്രിസ്റ്റൽ ഗോൾഡ് കോട്ടിംഗ് ആണോ, അതോ ക്രിസ്റ്റൽ ഗോൾഡ് അൾട്ടിമ കോട്ടിംഗ് ആണോ? കോട്ടിംഗ് അവിടെ വരിക, പുറത്തല്ലേ വരിക? ഒന്ന് ആലോചിച്ച് നോക്കും. ഏതാ വരിക? കോൺക്രീറ്റ് സ്ട്രക്ചറാണ് വരിക അല്ലേ. ഈ കറുപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? കോട്ടിംഗ് ആണെന്ന് നമുക്ക് ഡൗട്ട് വരും. ഇതേതാണ്? കോൺക്രീറ്റ് സ്ട്രക്ചറാണ് കേട്ടോ. ആ പിറ്റല്ലേ, പിറ്റ് ഒരിക്കലും പൊട്ടി വീഴാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണം. ലിഫ്റ്റിൻ്റെ കുഴിയൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇനി 12 നല്ലൊരു ചോദ്യമാണ്. വിച്ച് ഈസ് ദി നെയിം ഓഫ് ടെർമിനേഷൻ എലവേറ്റർ റോപ്പ്? ആ എലവേറ്റർ റോപ്പിൻ്റെ അവസാനം നമ്മൾ പിന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കയ്യുമൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരുപാട് ഉപയോഗത്തിനും ഇങ്ങനെ ആക്കി വെക്കൂലേ. ഇത് എലവേറ്ററിൻ്റെ മാത്രമല്ല, നമ്മൾ പല നോട്ടും കണ്ടിട്ടുണ്ടാവും. ഏതാണ് കറക്റ്റ് ആൻസർ? സ്വാഗ്ഡ് ടെർമിനേഷൻ ആണോ, സിമ്മട്രിക് വെഡ്ജ് ലോക്ക് ടെർമിനേഷൻ ആണോ, അതോ അസിമ്മട്രിക് ആണോ, അതോ സ്റ്റീൽ വയർ റോപ്സ് ടെർമിനേഷൻ ആണോ? നല്ല ചോദ്യമാണ്. ഏത് വരിക? സ്വേജ്ഡ് ടെർമിനേഷൻ ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഇനി വാട്ട് ഈസ് ദി നെയിം ഓഫ് കപ്ലർ? നമുക്ക് ഇതുണ്ടല്ലോ, അതായത് സ്കഫോൾഡിങ് ഉണ്ടല്ലോ, സ്കഫോൾഡിംഗ് എന്ന് വരുന്നൊരു ചോദ്യമാണ്. പക്ഷേ ഇങ്ങനെ ഫിഗർ എന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ സ്കഫോൾഡിങ്, സിമ്പിൾ സ്കഫോൾഡിങ്, നീഡിൽ സ്കഫോൾഡിങ്, അങ്ങനെ എന്തിനൊക്കെ ഉപയോഗം എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. സപ്പോസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക കേട്ടോ. എന്താണ് പുട്ട് ലോഗ്, എന്താണ് ലഡ്ജ്, പിന്നെ എന്താണ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് എന്താ വെക്കുക, സ്റ്റാൻഡേർഡ് എന്താണ്, വെർട്ടിക്കൽ മെമ്പർ ആണോ സ്റ്റാൻഡേർഡ്, ഹൊറിസോണ്ടൽ മെമ്പർ എന്താണ്, പുട്ട് ലോഗ് ആണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടാണ്. 13ാമത്തെ ചോദ്യം, ബ്രേസിംഗ് കപ്ലർ ആണോ, ഡബിൾ കപ്ലർ ആണോ? ഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. സിംഗിൾ കപ്ലർ ആണോ, ബ്രേക്കിംഗ് കപ്ലർ ആണോ? ഏതാ വരിക? സിംഗിൾ കപ്ലർ ആണ് കേട്ടോ. ഇനി 14, വിച്ച് ഈസ് ദി നെയിം ഓഫ് സ്കഫോൾഡ് പാർട്സ് ആൻഡ് ഐറ്റംസ്? വിച്ച് ഈസ് ദി നെയിം ഓഫ് സ്കഫോൾഡ് പാർട്സ് ആൻഡ് ഐറ്റം? തന്നിരിക്കുന്നതിൽ സ്കഫോൾഡ് പാർട്സിൻ്റെ പേരും ഐറ്റംസും. അഡ്ജസ്റ്റബിൾ റിവീൽ പിൻ കപ്ലർ, പുട്ട് ലോഗ് എൻഡ്, ഷോറിംഗ് ജാക്ക്, ബേസ് പ്ലേറ്റ്. ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ സ്കഫോൾഡിങ്ങിന് ഉപയോഗിക്കുന്ന പാർട്സ് ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയില്ല പുട്ട് ലോഗ് ഏതാണ് സ്കഫോൾഡിങ്ങിൽ ഉപയോഗിക്കില്ലേ, അത് തന്നെയാണ് ആൻസർ കീ കേട്ടോ. പുട്ട് ലോഗ് എൻഡാണ് ആൻസർ കീ. അതെ, 14B ആണ് കറക്റ്റ് ആൻസർ. ഇനി 15, വിച്ച് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എലവേറ്റർ ഇൻസ്റ്റാളേഷൻ? എലവേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു വീഡിയോ നമ്മൾ നാളെ ചെയ്യും കേട്ടോ. എലവേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്, അതിലിടയിൽ എന്തൊക്കെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നാളെ വീഡിയോയിൽ ഫൈനൽ പാർട്ടായിട്ട് ചെയ്യും. നമ്മളെ ബുക്കിൽ കുറച്ചുകൂടി ഭാഗങ്ങൾ നമ്മൾ എടുക്കാണ്ട്. 15ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്.
15ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. വിച്ച് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എലവേറ്റർ ഇൻസ്റ്റാളേഷൻ? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫിക്സിംഗ് ഓഫ് പവർ റൂം ആക്സസറീസ് ആണോ, അതോ മേക്കിംഗ് എ ട്രയൽ ആണോ, അതോ ഫിക്സിംഗ് ഓഫ് മോട്ടോർ ആൻഡ് ആക്സസ് ആണോ, അതോ ഫിക്സിംഗ് ഓഫ് ടെംപ്ലേറ്റ് ആണോ? എല്ലാവർക്കും ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഏതാണ്? ഫിക്സിംഗ് ഓഫ് ടെംപ്ലേറ്റ് ആണ് കറക്റ്റ് ആൻസർ. 15. ഇനി 16. വാട്ട് ഈസ് ദി അഡ്ജസ്റ്റബിൾ ലിമിറ്റ് ഓഫ് ടൈപ്പ് 1 യൂണിവേഴ്സൽ ബ്രാക്കറ്റ്? ഇത് എനിക്ക് അറിയത്തില്ല കേട്ടോ. 16ാമത്തെ കറക്റ്റ് ആൻസർ എ ആണ്. 90 മില്ലിമീറ്റർ മുതൽ 140 മില്ലിമീറ്റർ. പഠിച്ചു വെച്ചോളാം. വാട്ട് ഈസ് ദി അഡ്ജസ്റ്റബിൾ ലിമിറ്റ് ഓഫ് ടൈപ്പ് 1 യൂണിവേഴ്സൽ ബ്രാക്കറ്റ്? ഈ യൂണിവേഴ്സൽ ബ്രാക്കറ്റിനെ മാക്സിമം നമുക്ക് എത്ര വരെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്? 90 മില്ലിമീറ്റർ മുതൽ 140 മില്ലിമീറ്റർ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇവർ പറയുന്നത്. നമ്മളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 17. വിച്ച് ടൈപ്പ് ഓഫ് ഹോയിസ്റ്റ് ബേ ഡോർ ഈസ് ഗ്രില്ലഡ് വിത്ത് ലാറ്റിസ് ബാർ? ലാറ്റിസ് ബാറിനോട് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോയിസ്റ്റ് ബേ ഡോർ ഏതാണെന്ന് ചോദിക്കുന്നത്. സിംഗ് ആണോ, ഓട്ടോമാറ്റിക് ആണോ, ടെലിസ്കോപ്പിക് ആണോ, കൊളാപ്സബിൾ ഗേറ്റ് ആണോ? എന്താണ്? കൊളാപ്സബിൾ ഗേറ്റ് ആണ് കേട്ടോ നമ്മളെ ഹോയിസ്റ്റ് ബേനോട് ലാറ്റിസ് ബാറിന് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. 17 ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 17ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ഹോയിസ്റ്റ് ബേ ഡോർ ഈസ് ഗ്രില്ലഡ് വിത്ത് ലാറ്റിസ് ബാർ? ലാറ്റിസ് ബാറിനോട് ഗ്രില്ല് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഹോയിസ്റ്റ് ബേ ഡോർ ഏതാണ്? കൊളാപ്സബിൾ ഗേറ്റ് ആണ്. 18ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ബോത്ത് ഓഫ് ദി ഹോയിസ്റ്റ് ബേ ഡോർസ് ഓപ്പറേറ്റ് ഓൺ സെയിം സൈഡ് വൺ ആഫ്റ്റർ അതർ? നമ്മൾ പണ്ടത്തെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ, ഒരു ഇരുമ്പിൻ്റെ ഒരു ഗേറ്റ് അല്ലേ, ഒന്ന് ഓപ്പൺ ആയിട്ട് പിന്നെ ഓപ്പൺ ആവുള്ളൂ അല്ലേ? അത് ഏതായിരിക്കും? സിംഗ് ഡോർ ആണോ, ഓട്ടോമാറ്റിക് ഡോർ ആണോ, ടെലിസ്കോപ്പ് ഡോർ ആണോ, കൊളാപ്സബിൾ ഗേറ്റ് ആണോ? പണ്ട് കറുത്തൊരു ഗേറ്റൊക്കെ പണ്ടത്തെ ലിഫ്റ്റിലൊക്കെ കയറിയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. 18 ഏതാ വരിക? ടെലിസ്കോപ്പിക് ഡോർ ആണ് കേട്ടോ. ടെലിസ്കോപ്പിക് ഡോർ ആണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇനി 19. വിച്ച് ഈസ് ദി ഫുൾ ഫോം ഓഫ് VVVF ഇൻ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ഡ്രൈവ് സിസ്റ്റം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലേ? എന്താണ് കറക്റ്റ് ആൻസർ? എന്താ? വേരിയബിൾ വോൾട്ടേജ്, വേരിയബിൾ ഫ്രീക്വൻസി കേട്ടോ. ഇത് നമ്മളിപ്പോൾ 4ാമത്തെ പ്രാവശ്യം കേട്ടോ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ വരുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഫില്ലർ വെയിറ്റ്? ഫില്ലർ വെയിറ്റ് ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ ആണോ, ഹൈ കാർബൺ ആണോ, കാസ്റ്റ് ആണോ, ഗാൾവനൈസ്ഡ് അയൺ ആണോ? സിമ്പിൾ ചോദ്യമാണ്. ഏതാ വരിക? കാസ്റ്റ് ആണ് കേട്ടോ. കാരണം വെയിറ്റിന് നമ്മൾ ഈ ഹൈ കാർബൺ സ്റ്റീലും അല്ലെങ്കിൽ GIയുടെ സാധനമൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വെയിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കാസ്റ്റ് ആണ് എടുത്താൽ മതി. സ്റ്റീലൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി 21. വാട്ട് ഈസ് ദി എക്സ്പാൻഷൻ ഓഫ് VSC ഇൻ ഹോയിസ്റ്റ് റോപ്പിംഗ്? ഈ ഹോയിസ്റ്റ് റോപ്പിങ്ങിൽ VSC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുന്നത്. വെർട്ടിക്കൽ സ്പയർ സെൻറ്റർ ആണോ, അതോ സ്ലൈഡ് സെൻറ്റർ ആണോ, അതോ സ്പ്രിംഗ് സെൻറ്റർ ആണോ, അതോ വെർട്ടിക്കൽ സ്ലൈഡ് കോയിലാണോ? ഏതാ വരിക? വെർട്ടിക്കൽ സ്പ്രിംഗ് സെൻറ്റർ ആണ് VSC ഇൻ ഹോയിസ്റ്റ് റോപ്പിംഗ് എന്നുള്ളതിൽ. ഇതും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. 21 ഏതാ ആൻസർ വരിക? C ആണ് ആൻസർ വരിക. 20ാമത്തെ ആൻസർ ഏതാ വരിക? D ആണ് ആൻസർ വരിക കേട്ടോ. ഇനി 22. ഹൗ എലവേറ്റർ കാർ ക്യാബിൻ ഈസ് ക്ലാസിഫൈഡ്? എലവേറ്ററിൻ്റെ ക്യാബിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ക്യാബിൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഡോറിൻ്റെ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ, അതോ ലൊക്കേഷൻ ഓഫ് എലവേറ്ററിൻ്റെ ലൊക്കേഷൻ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ, അതോ നമ്പർ ഓഫ് എൻട്രൻസസ് ആൻഡ് ലൊക്കേഷൻ വെച്ചിട്ടാണോ, അതോ ഹൈറ്റ് ഓഫ് ട്രാവലിംഗ് ആണോ? എങ്ങനെയാണ് കാർ ക്യാബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ്? നമ്പർ ഓഫ് എൻട്രൻസസ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ലൊക്കേഷൻ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. C ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം പുതിയ കേസിൽ, അതായത് 2019 ചിലപ്പം വ്യത്യാസം വന്നിട്ടുണ്ടാവാം. പുതിയ ടൈപ്പ് എലവേറ്റേഴ്സൊക്കെ വന്ന സ്ഥിതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവാം. നമ്പർ ഓഫ് എൻട്രൻസസ് ആൻഡ് ലൊക്കേഷനാണ് ഈ ആൻസർ ഈ പ്രകാരം ആൻസർ. 23. വിച്ച് ഈസ് ദി എലിവേറ്റർ മെക്കാനിക്കൽ കാർ കമ്പൗണ്ട്? നമ്മളെ എലിവേറ്ററിലെ മെക്കാനിക്കൽ ആ ക്യാബിനിൻ്റെ കമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡോർ ഓപ്പറേറ്റർ മെക്കാനിക്കൽ ആണോ, അല്ലല്ലോ. കാർ സ്ലിങ്, ക്യാബിൻ പാനൽ, സൈഡ് ഫ്രെയിം. ക്യാബിൻ പാനൽ മെക്കാനിക്കൽ ആണോ? അത് ഇലക്ട്രിക്കലൊക്കെ അല്ലേ വരിക? ഏതാണ് ആൻസർ വരിക? വിച്ച് ഈസ് ദി എലിവേറ്റർ മെക്കാനിക്കൽ കാർ കമ്പൗണ്ട്? സൈഡ് ഫ്രെയിം ജസ്റ്റ് ഒരു ഭാഗമാണ്. കാർ സ്ലിങ്. ആൻസറൊക്കെ നോക്കാം കേട്ടോ. എലവേറ്റർ ഇതാണ് ഡോർ ഓപ്പറേറ്റർ കേട്ടോ. അതായത് ഇലക്ട്രോണിക് ഡിവൈസ് അല്ല കേട്ടോ. ഇലക്ട്രോണിക് ഡിവൈസ് അല്ല, നമ്മൾ ഓട്ടോമാറ്റിക് ആണെന്ന് എൻ്റെ വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്നാണ് കരുതിയത്. പക്ഷേ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് കേട്ടോ.
ആൾ മെക്കാനിക്കൽ ഡിവൈസാണ്. ഇതിൽ ആൻസർ കീ കൊടുത്തിട്ടുള്ളതും ഡോർ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇയാൾ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. മറ്റേത് നമുക്ക് ഇലക്ട്രിക്കൽ ഡിവൈസാണ് നമുക്കറിയാം അല്ലേ. ഇതിൽ ക്യാബിൻ പാനൽ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻ്റ് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ സൈഡ് ഫ്രെയിം, അതിന് പ്രത്യേകിച്ച് ഫങ്ഷനൊന്നുമില്ല അല്ലേ. അതിന് ഒരു പ്രോപ്പർട്ടി, അതായത് ഒരു ഓപ്പറേഷൻ്റെ ഒരു ഫങ്ഷനൊന്നും അതിന് ഇല്ല. അതുപോലെ തന്നെ കാർ സ്ലിങ്ങിനും പ്രത്യേകിച്ച് ഒരു ഫങ്ഷന് ഇല്ല. പക്ഷേ ഡോർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡോർ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡൗട്ട് അത് ഇലക്ട്രിക്കലാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണെന്നായിരുന്നു. അത് കറക്റ്റ് സെൻസറൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഇയാളാണ് മെക്കാനിക്കൽ കമ്പോണൻ്റാണ് കേട്ടോ. ഡോർ ഓപ്പറേറ്റർ മെക്കാനിക്കൽ കമ്പോണൻ്റാണ്. നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ഈ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. 24 വിച്ച് എലവേറ്റർ കാർ കമ്പോണ്ട് ക്യാരീസ് ലോഡ്. ഈ തന്നിരിക്കുന്നതിൽ ആരാണ് ലോഡിനെ ക്യാരി ചെയ്യുന്നത്? ഗൈഡ് ഷൂ ആണോ, ഡോർ ഓപ്പറേറ്റർ ആണോ, അതോ ക്യാബിൻ സ്ലിംഗ് ആണോ, അതോ സില്ലാണോ? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? ക്യാബിൻ സ്ലിംഗ് ആണ് കേട്ടോ. ഇനി 25 ഇവിടെ മോട്ടോറും അതേപോലെ പുള്ളി അങ്ങനത്തെ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതും ഓപ്ഷനായി എടുക്കാം. ഇതിൽ ക്യാബിൻ സ്ലിംഗ് ആണ് കറക്റ്റ് ആൻസർ. 24ഉം 23ഉം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 25 വിച്ച് സേഫ്റ്റി കമ്പോണ്ട് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ എലവേറ്റർ. ഇതിൽ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ എലവേറ്ററിൽ സേഫ്റ്റി ആയിട്ടുള്ള ഉപയോഗിക്കുന്ന കമ്പോണ്ട് ഏതാ ചോദിക്കുന്നത്? പ്രോഗ്രസീവ് ഗിയർ സേഫ്റ്റി കമ്പോണ്ട് ആണോ, അതോ ഗൈഡ് റെയിൽ, കൗണ്ടർ വെയിറ്റ് ഒക്കെ നമ്മൾ പഠിച്ചാലേ, ഡിഫ്ലക്റ്റർ ഷീവ്. കൗണ്ടർ വെയിറ്റ് എന്നൊരു സേഫ്റ്റി കമ്പോണ്ട് ആണോ? എന്തിനാ ഉപയോഗിക്കുക? 25 പ്രോഗ്രസീവ് ഗിയർ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 25, 24, 23, 22 ഈ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. 22ാമത്തെ ആൻസർ ഹൗ ദി എലവേറ്റർ കാർ ക്യാബിൻ ക്ലാസിഫൈഡ്. നമ്പർ ഓഫ് എൻട്രൻസസ് ആൻഡ് ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 23 വിച്ച് ഇസ് ദി എലവേറ്റർ മെക്കാനിക്കൽ കാർ കമ്പോണ്ട്. നമ്മൾ ഡോർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്, നമ്മൾ ഫോട്ടോ കണ്ടു. ഇനി 24 വിച്ച് എലവേറ്റർ കാർ കമ്പോണ്ട് ക്യാരീസ് ലോഡ്. ആരാണ്? ക്യാബിൻ സ്ലിംഗ് ആണ് കറക്റ്റ് ആൻസർ. അയാളാണ് ലോഡിനെ ക്യാരി ചെയ്യുക. ഇനി വിച്ച് സേഫ്റ്റി കമ്പോണ്ട് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ എലവേറ്ററിൽ ആരാണ്? പ്രോഗ്രസീവ് ഗിയർ ആണ് കറക്റ്റ് ആൻസർ. ഇനി 26 വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് OSG. OSG എന്നുള്ളതിൻ്റെ ഓവർ സ്പീഡ് ഗവർണർ ആണോ, അത് ഗൈഡ് ആണോ? ഈ ഓവർ സ്പീഡ് ഗൈഡ് എന്നൊക്കെ നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലേ, സിമ്പിൾ ഇംഗ്ലീഷാണ്. ഓവർ സ്പീഡ് ഗിയർ ആണോ, ഓവർ സ്പീഡ് ഗ്രിപ്പ് ആണോ? ആൻസർ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ഓവർ സ്പീഡ് ഗവർണർ ആണ് കേട്ടോ. OSG എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡ് ഗവർണർ ആണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 27 വിച്ച് സേഫ്റ്റി ഡിവൈസ് സ്റ്റോപ്പ് ഡിസെൻഡിങ് കാർ ആൻഡ് കൗണ്ടർ വെയിറ്റ് ബിയോണ്ട് നോർമൽ ലിമിറ്റിൻ്റെ കാർ. ഒരു നോർമൽ ലിമിറ്റിനേക്കാളും കൂടുതൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസെൻഡ് ചെയ്യാം കേട്ടോ. അതായത് ആക്സിലറേഷനൊക്കെ അടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് നമ്മളെ ക്യാബിനെ, കാറിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിക്കുന്നത്? കാറിനെയും കൗണ്ടർ വെയിറ്റിനെ ആരാണ് സ്റ്റോപ്പ് ചെയ്യുക? അതായത് നമുക്കിപ്പോൾ ഒരു ആപ്പിൾ തലേക്ക് വീഴുമ്പോൾ നല്ല സ്പീഡിലല്ലേ അല്ലേ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. സെക്കൻഡ് കൂടുന്തോറും എന്ത് ചെയ്യും, അതിൻ്റെ പ്രവേഗം എന്ത് ചെയ്യും, കൂടി വരും അല്ലേ. അപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ നോർമൽ ലിമിറ്റിനേക്കാളും കൂടി പോയി കഴിഞ്ഞാൽ ഈ കൗണ്ടർ വെയിറ്റിനെയും ഈ ഡിസെൻഡിങ് കാറിന് സ്റ്റോപ്പ് ചെയ്യുന്ന ഡിവൈസ് ആരാണെന്ന് ചോദിക്കുന്നത്? ഓവർ സ്പീഡ് ഗവർണർ ആണോ, ബഫേഴ്സ് ആണോ, ലിമിറ്റ് സ്വിച്ച് ആണോ, സേഫ്റ്റി ഗിയർ ആണോ? 27 കറക്റ്റ് ആൻസർ ഏതാ വരിക? ബഫർ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ലിമിറ്റ് സ്വിച്ച് അല്ല കേട്ടോ, ബഫർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എൻ്റെ ഫങ്ഷൻ ഓഫ് ബഫർ ഇൻ എലവേറ്റർ ക്യാബ്. buffer in elevator. Okay. An elevator buffer primary function to absorb kinetic energy generated in an emergency. അതെ ശരിയാണ് കേട്ടോ. ആസ് എ സഡൻ സ്റ്റോപ്പ് ഓഫ് ഓവർ സ്പീഡിങ്. പക്ക ആൻസർക്ക് ശരിയാണ്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. എല്ലാ ആൻസറും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. ആകെ നമ്മളെ വീഡിയോ ആകെ 20 അരമണിക്കൂറേ ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ആകെ 1 മിനിറ്റ്, ഇപ്പോൾ 1 മിനിറ്റ് വേണ്ടി വന്നില്ലല്ലോ, അത്രേ എടുക്കത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. മനസ്സിൽ സംശയം വെച്ചിട്ട് ഒരിക്കലും ഇതുപോലെ ആൻസറോ അല്ലെങ്കിൽ ഒന്നും കാണാതെ പഠിച്ചു പോകരുത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചെയ്യുന്നൊരു ചതിയാണ്. ജസ്റ്റ് 1 മിനിറ്റ് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ, ജസ്റ്റ് 1 മിനിറ്റ് ഗൂഗിൾ ചെയ്യുക. ഒരു കീവേഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേറൊരു കീവേഡ് ഉപയോഗിക്കുക. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് നോക്കിയത്.
ഏതാ കറക്റ്റ് ആൻസർ ഏതാ വരിക? ബഫറാ വരിക. ലിമിറ്റ് സ്വിച്ച് അല്ല, ലിമിറ്റ് സ്വിച്ച് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സേഫ്റ്റി ഗിയർ ആണോ എന്ന് എഴുതിയിരിക്കുകയായിരുന്നു. ക്വസ്റ്റ്യൻ 28, വിച്ച് സ്വിച്ച് ഓപ്പറേറ്റ് ബിഫോർ ദി കാർ കം ഇൻ ടു കോൺടാക്ട് വിത്ത് ബഫേഴ്സ്? ബഫറുമായി കാർ നമ്മളെ ക്യാബിൻ കോൺടാക്ട് വരുന്നതിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ച് ഏതാണെന്ന് ചോദിക്കുന്നത്. ഫൈനൽ ലിമിറ്റ് സ്വിച്ച് ആണോ, അതോ ARD ആണോ, അതോ ഓവർ സ്പീഡ് ഗവർണർ ആണോ, അതോ പിച്ച് സ്വിച്ച് ആണോ? 28 കറക്റ്റ് ആൻസർ ഏതാ വരിക? നമ്മുടെ ഫൈനൽ ലിമിറ്റ് സ്വിച്ച് ആണ്. നമ്മളെ കാർ നമ്മുടെ ബഫറുമായി കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്യുക കേട്ടോ. 29, അപ്പോൾ 28ഉം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 29, വിച്ച് എലവേറ്റർ പാർട്ട് വയറിംഗ് ഷുഡ് റൺ സെപ്പറേറ്റ്ലി? സെപ്പറേറ്റ് വയറിംഗ് റൺ ചെയ്യുന്ന ഇലവേറ്ററിൻ്റെ ഭാഗം ഏതാണ് ചോദിക്കുന്നത്. നോർമൽ ബോട്ടം ലിമിറ്റ് സ്വിച്ച് ആണോ, അതോ ടെർമിനൽ അപ്പ് ലിമിറ്റ് സ്വിച്ച് ആണോ, അതോ സെറ്റ് സ്വിച്ച് ആണോ, അതോ ഡോർ മോട്ടോർ ആണോ? ഏതാണ് സെപ്പറേറ്റ് വയറിംഗ് കൊടുക്കുക ഏതാണെന്ന് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ അത് വരിക ഡോർ മോട്ടോർ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ്, ഇത് മാത്രം ലിഫ്റ്റിൻ്റെ പുറത്താണെന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 30, വിച്ച് അതുകൊണ്ട് പുറത്ത് കൂടെ വയറിങ് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. 30, വിച്ച് ടെസ്റ്റ് ഡൺ ഓൺ പവർ കേബിൾ ഡ്യൂറിങ് എലവേറ്റർ കമ്മീഷനിങ്? വളരെ 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 ഇമ്പോർട്ടൻ്റ്, കാരണം മൊഡ്യൂൾ ഏതാ നോക്കി നോക്കും നിങ്ങൾ. മൊഡ്യൂൾ ഇൻസ്പെക്ഷൻ ആണ്. ഓക്കെ ആണോ? അപ്പോൾ വിച്ച് ടെസ്റ്റ് ഡൺ ഓൺ പവർ കേബിൾ ഡ്യൂറിങ് എലവേറ്റർ കമ്മീഷൻ? ഇലവേറ്റർ കമ്മീഷൻ ചെയ്യുമ്പോൾ പവർ കേബിൾ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. കോ കണ്ടിന്യൂറ്റി ആണോ, അതോ കോ കളറാണോ, അതോ കോ സൈസ് ആണോ, അതോ ന്യൂട്രൽ ആൻഡ് എർത്ത് കണ്ടിന്യൂറ്റി ആണോ? സിമ്പിൾ ചോദ്യമല്ലേ. ഏതാ വരിക? ന്യൂട്രൽ ആൻഡ് എർത്ത് കണ്ടിന്യൂറ്റി. ഒരു ഇലക്ട്രിക്കൽ ബേസും ഇല്ലാത്ത നമ്മളെ പോലത്തെ മെക്കാനിക്കൽ പിള്ളേർക്ക് നമുക്ക് എന്ത് ചെയ്യും? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. നമ്മൾ ഏതാണ്? പവർ കേബിൾ ആണ് കേട്ടോ. ഇനി 31, വിച്ച് ഇസ് ടു ബി ചെക്ക്ഡ് ബിഫോർ എലവേറ്റർ ട്രയൽ ഓപ്പറേഷൻ? എലവേറ്റർ ട്രയൽ ഓപ്പറേഷൻ അല്ലേ, ഫസ്റ്റ് ട്രയൽ കണ്ടിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യം ഏതാണ് ചോദിക്കുന്നത്. ചെക്ക് ചെയ്യണം എന്ത്? ലിമിറ്റ് സ്വിച്ച് ചെക്ക് ചെയ്യണോ, ആൻഡ് സെറ്റ് ആൻഡ് വയർ പ്രോപ്പർലി. ചെക്ക് ടൈപ്പ് ഓഫ് എലവേറ്റർ ചെക്ക് ചെയ്യണോ, അതോ ചെക്ക് പാസഞ്ചർ കപ്പാസിറ്റി ചെക്ക് ചെയ്യണോ, അതോ ചെക്ക് ടൈപ്പ് ഓഫ് ഡോർ ചെക്ക് ചെയ്യണം? 31 കറക്റ്റ് സിമ്പിൾ ആൻസർ അല്ല. ഏതാണ്? ചെക്ക് ലിമിറ്റ് സ്വിച്ചസ് ആൻഡ് സെറ്റ് ആൻഡ് വയർ പ്രോപ്പർലി. ഇനി 32, 31 ഏഴോ കറക്റ്റ് ആൻസർ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ ലോജിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം കേട്ടോ. 32, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എലവേറ്റർ ലൈസൻസ് റിക്വയർഡ്? ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. കാരണം ഈ ബുക്കിൻ്റെ നിമിയുടെ ബുക്കിൻ്റെ നമ്മുടെ കണ്ടൻ്റാണ് അവർ സിലബസാക്കി കോപ്പി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്തോ, ഞാൻ പറഞ്ഞതിൽ ഒരു വ്യത്യാസമില്ല. നമ്മുടെ നിമിയുടെ ബുക്കിൻ്റെ കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എടുത്ത ഏതാണ്? സിലബസാണ് നമ്മുടെ സിലബസ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ പിള്ളേരെയാണ്. ഓക്കെ ആണോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എലവേറ്റർ ലൈസൻസ് റിക്വയർഡ്? ഏതാണ്? പർച്ചേസ് ആണോ, ഡിസൈൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ ആണോ, ഷിഫ്റ്റിംഗ് ആണോ, സെലക്ട് മാനുഫാക്ചർ ആണോ? എന്തിനാണ് ലൈസൻസ്? എന്തിനാണ് ഡിസൈൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ. 33, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പിച്ച് സ്വിച്ച്? പിച്ച് സ്വിച്ചിൻ്റെ പർപ്പസ് എന്താ? ചേഞ്ച് സ്പീഡാണോ, റൺ ലിഫ്റ്റ് ആണോ, ചേഞ്ച് ഡയറക്ഷൻ ആണോ, അതോ സ്റ്റോപ്പ് ലിഫ്റ്റ് ആണോ? എന്താണ് പിച്ച് സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? നമ്മൾ ലിഫ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 34, വിച്ച് കമ്പൗണ്ട് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് പീപ്പിൾ എൻ്ററിങ് ഓർ ലീവിങ് ദി കാർ? സിമ്പിൾ ലോജിക്കൽ. ഏതാണ്? ഇൻഫ്രാറെഡ് ആണോ, മാഗ്നറ്റ് ആണോ, PVT ആണോ, വെയിറ്റ് സെൻസർ ആണോ? ഉള്ളിലേക്കും പുറത്തോട്ടും വരുന്ന ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് സെൻസറൊക്കെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതായിരിക്കും? ഇതാണ് ഇൻഫ്രാറെഡ് ആട്ടോ. ഈ 35ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് കൺട്രോളർ? ഈ തന്നിരിക്കുന്ന കൺട്രോളർ ഏതാണ്? PLC കൺട്രോളർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 36, വിച്ച് കമ്പൗണ്ട് ഈസ് ദി എലവേറ്റർ ഇൻപുട്ട് കൺട്രോൾ സിസ്റ്റം? വിച്ച് കമ്പൗണ്ട് ഈസ് ദി എലവേറ്റർ ഇൻപുട്ട് കൺട്രോൾ സിസ്റ്റം? ഈ തന്നിരിക്കുന്ന കമ്പോണൻറ്റിൽ എലവേറ്റർ ഇൻപുട്ട് കൺട്രോൾ സിസ്റ്റം ഏതാണെന്ന് ചോദിക്കുന്നത്. സെൻസേഴ്സ് ആണോ, ആക്ച്വേറ്റേഴ്സ് ആണോ, ബെൽസ് ആണോ, ഡിസ്പ്ലേ ആണോ? അത് എലവേറ്റർ നമ്മൾ ഇൻപുട്ട് കൊടുക്കൂലേ, അതിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്ന് ചോദിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണല്ലേ. ക്വസ്റ്റ്യൻ 2 വട്ടം വായിച്ചു നോക്കുക കേട്ടോ. എനിക്കും മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ഏതാണ്? ഇതൊരു സെൻസേഴ്സ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഒരു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 37, വിച്ച് സിസ്റ്റം കമ്പൗണ്ട് ഈസ് യൂസ്ഡ് ടു വാൺ ദി കൺട്രോൾ സിസ്റ്റം ഇഫ് ദി ഡിസൈൻ ഓഫ് ലോഡ് ഈസ് എക്സീഡ്? അല്ലേ, നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ PVP അടിക്കൂലേ. ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് ആണോ, ഇൻഫ്രാറെഡ് ആണോ, വെയിറ്റ് സെൻസർ ആണോ, PVT ആണോ? 37 ഏതാ കറക്റ്റ് ആൻസർ വരിക? വെയിറ്റ് സെൻസർ ആണ് കേട്ടോ. നമ്മൾ ഒരാൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെയിറ്റ്. നമ്മൾ ചില അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ. 38, വിച്ച് എലവേറ്റർ കമ്പൗണ്ട് പാർട്ട് മസ്റ്റ് മാർക്കഡ് as എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താ? ഓപ്പൺ ഡോർ ബട്ടൺ ആണോ, ഫ്ലോ റിക്വസ്റ്റ് ബട്ടൺ ആണോ, ക്ലോസ് ഡോർ ബട്ടൺ ആണോ, സ്റ്റോപ്പ് റിക്വസ്റ്റ് ബട്ടൺ ആണോ? ഏതാ വരിക? ഓപ്പൺ ഡോർ ബട്ടൺ ആണ് ഈ ആരോ മാർക്ക് കേട്ടോ. ഇനി 39, വാട്ട് ഈസ് ദി നെയിം ഓഫ് എസ്കലേറ്റർ? തന്നിരിക്കുന്ന എസ്കലേറ്റർ അല്ലേ, നമുക്കറിയാം പാരലൽ അറിയാം, മൾട്ടിപ്പിൾ പാരലൽ അറിയാം, കണ്ടിന്യൂസ് അറിയാം, ക്രിസ്കോസ് അറിയാം, അതുപോലെ തന്നെ കർവ്ഡ് എസ്കലേറ്റർ അറിയാം. ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. സിംഗിൾ ആണോ, കണ്ടിന്യൂസ് ആണോ, പാരലൽ ആണോ, ക്രോസ്കോസ് ആണോ അതിൻ്റെ പേര്? ക്രിസ്കോസ് അങ്ങനെ എന്തോ ഉണ്ടോ അതിൻ്റെ പേര്? 39 കറക്റ്റ് ആൻസർ ഏതാ വരിക?
അത് വരിക സിംഗിൾ എസ്കലേറ്റർ ആണ്. കാരണം ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് അല്ലേ സിംഗിളാണ് വരിക. പാരലാണെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ എയർപോർട്ടൊക്കെ പോയിട്ടുണ്ടോ, എയർപോർട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഏരിയയിൽ അപ്പോൾ അത് ഒരു റൂമിൻ്റെ ആ ഏരിയയിൽ എന്ത് ചെയ്യും 3-4 എസ്കലേറ്റർ ഇങ്ങനെ നിരനിരയായി വെച്ചിട്ടുണ്ടാവും. ഒന്നിന് പാരലായിട്ട് ഒരുപാട് എസ്കലേറ്റർ ഉണ്ടാവും. അതാണിത് പാരലൽ. 40 വിച്ച് കമ്പൗണ്ട് ഈസ് ദി ബേസിക്. ഞാനിവിടെ വരക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഇങ്ങനെ ഒരു എസ്കലേറ്റർ ഉണ്ടാവും, ഇവിടെ തന്നെ വേറൊരു എസ്കലേറ്റർ ഉണ്ടാവും, ഇവിടെ തന്നെ വേറൊരു എസ്കലേറ്റർ ഉണ്ടാവും. ഓക്കെ, അതാണ് പാരലൽ. 40 വിച്ച് കമ്പൗണ്ട് ഈസ് ദി ബേസിക് മൂവിങ് വാക്ക് വേ കമ്പൗണ്ട്. മൂവിങ് വാക്ക് വേ കമ്പൗണ്ടില്ലേ അത് തന്നിരിക്കുന്നത്, അതിലുണ്ടാകുന്ന ഭാഗം ഏതാണ് ചോദിക്കുന്നത്. സില്ലാണോ, സർവീസ് ട്രാക്ക് ആണോ, സ്ലിംഗ് ആണോ, റോപ്പാണോ? ചില ആൻസറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. ഏതാണ് കറക്റ്റ് ആൻസർ ഏതാ വരിക? ബി ആണ് കേട്ടോ, സർവീസ് ട്രാക്ക് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. മൂവിങ് വാക്ക് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് കൊടുത്താൽ മതി, നമ്മൾ എന്ത് ചെയ്യും ആ സ്ഥലത്തൊക്കെ എത്തിക്കും. ഒരേ എലവേറ്ററിനത്ര എസ്കലേറ്ററിനത്ര ചെരിവുണ്ടാകത്തില്ല മൂവിങ് വാക്ക് വേക്ക്, ചെരിവ് ഒന്നുകൂടി കുറവായിരിക്കും. 41 നല്ലോണം ചെരിവായ എന്ത് ചെയ്യും, നല്ലോണം ചെരിവായ നമ്മൾ വീഴത്തില്ലേ. എസ്കലേറ്റർ ആകുമ്പോൾ സ്റ്റെപ്പ് പോലെ, മൂവിങ് വാക്ക് വേ എന്ന് പറഞ്ഞൊരു ബെൽറ്റ് പോലെ. നമ്മൾ എയർപോർട്ടിലൊക്കെ നമ്മളെ ബാഗൊക്കെ നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന കൺവെയർ ബെൽറ്റ് ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ മനുഷ്യന്മാരെ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് വേ, മൂവിങ് വാക്ക് വേ. വല്ലാണ്ട് ചെരിവ് കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മൾ മറിഞ്ഞ് വീഴത്തില്ലേ. ഓക്കെ ആണോ? അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ വരിക? സർവീസ് ട്രാക്കാണ് കറക്റ്റ് ആൻസർ. സോറി. 41 വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ഹാൻഡ് റെയിൽ. ഹാൻഡ് റെയിൽ സിമ്പിളാണ്, നമ്മൾ കൈ വെക്കുന്ന റെയിലില്ലേ, അത് ഏതുകൊണ്ടാണ്? കോപ്പ് കൊണ്ട് നിർമ്മിക്കണോ, വില കൂടിയ സാധനമല്ലേ, കാസ്റ്റ് ആണോ, റബ്ബറാണോ, മൈക്കാണോ? ചില ആൻസറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാം. ഏതാ വരിക കറക്റ്റ് ആൻസർ? ഏതാ വരിക? റബ്ബറാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരിക കേട്ടോ. റബ്ബറാണ് കറക്റ്റ് ആൻസർ വരിക. നമ്മളെല്ലാവരും പിടിച്ചിട്ടുണ്ടാവില്ലേ. 42 വാട്ട് ഈസ് ദ സ്റ്റെപ്പ് ക്ലിയറൻസ് ത്രൂ സ്റ്റെപ്പ് റൺ ഇൻ ഗൈഡ് ഓഫ് എസ്കലേറ്റർ. വാട്ട് ഈസ് സ്റ്റെപ്പ് ക്ലിയറൻസ്? 1 മില്ലിമീറ്ററോ 1 മില്ലിമീറ്റർ 3 മില്ലിമീറ്റർ എന്തോ കേട്ടോ കറക്റ്റ് ആൻസർ. ഞാൻ നോക്കട്ടെ. 42 എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1 മില്ലിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. 43 വിച്ച് ഫാക്ടർ ഡിപ്പെൻഡ് ടു ഡിസൈഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് എസ്കലേറ്റർ. എസ്കലേറ്ററിൻ്റെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ് ചോദിക്കുന്നത്. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നാണോ, അതോ വിഡ്ത്ത് ഓഫ് എസ്കലേറ്റർ ആണോ, അതോ ഡ്രൈവ് ആണോ, അതോ കൺട്രോളർ ആണോ? വിച്ച് ഫാക്ടർ ഡിപ്പെൻഡ് ടു ഡിസൈഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് എസ്കലേറ്റർ ആണ് കേട്ടോ, എസ്കലേറ്റർ ആണ്. നമ്പർ ഓഫ് സ്റ്റെപ്പ്, വിഡ്ത്ത് ഓഫ് എസ്കലേറ്റർ, അതുപോലെ തന്നെ ഡ്രൈവ്, കൺട്രോളർ. ഏതായിരിക്കും ആൻസർ വരിക? ഏതാണ്? വീതിയാണ് കേട്ടോ, വിഡ്ത്ത് ഓഫ് എസ്കലേറ്റർ ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 44 വാട്ട് ഈസ് നെയിം ഓഫ് എസ്കലേറ്റർ ഹാൻഡ് റെയിൽ മാർക്ക്ഡ് ആസ് എക്സ്. വാട്ട് ഈസ് നെയിം ഓഫ് എസ്കലേറ്റർ ഹാൻഡ് റെയിൽ മാർക്ക്ഡ് ആസ് എക്സ്. റെയിൽ ഗേജ് ആണോ, റെയിൽ ബേസ് ആണോ, നിവലാണോ, ചെയിൻ ആണോ? 44 സി ആണ് കേട്ടോ, നിവൽ എന്നാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. 45 വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് റിവേഴ്സൽ ഓഫ് ഡാഷൻ ഓഫ് എസ്കലേറ്റർ. വിച്ച് ഡിവൈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് റിവേഴ്സൽ ഓഫ് ഡാഷൻ ഓഫ് എസ്കലേറ്റർ. നമ്മൾ എസ്കലേറ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് തടയുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാ? ബ്രേക്കിംഗ് ആണോ, സ്പീഡ് ഗവേർണർ ആണോ, അതോ മോട്ടോർ ഡ്രൈവ് ആണോ, അതോ കൺട്രോളർ ആണോ? നല്ല സിമ്പിൾ ചോദ്യമാണ്. ഏതാ? റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഏതാണ്? സ്പീഡ് ഗവേർണർ ആട്ടോ. ഏതാണ്? നമുക്ക് ഒരിക്കലും തോന്നത്തില്ല, ഡയറക്ഷനും സ്പീഡ് ഗവേർണറാണ് നമുക്ക് തോന്നത്തില്ല. നമ്മളൊന്ന് ഈ കൺട്രോളിലേക്ക് കൊടുക്കും. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരിക? സ്പീഡ് ഗവേർണറാണ്. 46 വിച്ച് കമ്പൗണ്ട് യൂസ്ഡ് ഇൻ എസ്കലേറ്റർ ഡ്രൈവ് സിസ്റ്റം. എസ്കലേറ്റർ ഡ്രൈവിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാ? റോപ്പ്, ചെയിൻ. ഇത് രണ്ടും നമ്മൾ എസ്കലേറ്റർ ഉപയോഗിക്കില്ല. ഏതാണ് സിസ്റ്റം വരിക? ഏതാ വരിക? കൺട്രോളർ സിസ്റ്റം, ഗിയർ സിസ്റ്റം. ഏതാ വരിക? ഗിയർ സിസ്റ്റം ആട്ടോ വരിക, അല്ലെങ്കിൽ ഗിയർ റെഡ്യൂസർ ആണ് കറക്റ്റ് ആൻസർ വരിക. എസ്കലേറ്ററിൻ്റെ അടിഭാഗത്ത് ഉണ്ടാവും കുറേ സിസ്റ്റം ഉണ്ടാവും. ഇനി 47 വിച്ച് കമ്പൗണ്ട് ഈസ് ഇൻ എസ്കലേറ്റർ ഡ്രൈവ് സിസ്റ്റം. തന്നിരിക്കുന്നതിൽ എസ്കലേറ്റർ ഡ്രൈവ് സിസ്റ്റം ദി സ്റ്റെപ്പ് ഡ്രൈവ് സിസ്റ്റം ഉണ്ട്, കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ചെയിൻ സിസ്റ്റം ഉണ്ട്, റോപ്പ് സിസ്റ്റം ഉണ്ട്. 47 കറക്റ്റ് ആൻസർ ഏതാ വരിക? ദി സ്റ്റെപ്പ് ഡ്രൈവ് സിസ്റ്റം ആണ് കേട്ടോ. എസ്കലേറ്ററിൻ്റെ ഒരു കോസ്റ്റ് സെക്ഷൻ്റെ ചിത്രം നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് ഇത് ചിത്രം ഇവിടെ ഉണ്ടല്ലോ കേട്ടോ. ഇനി വിച്ച് കമ്പൗണ്ട് ഈസ് ആൻ എസ്കലേറ്റർ കൺട്രോൾ കമ്പൗണ്ട്. തന്നിരിക്കുന്നതിൽ എസ്കലേറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പൗണ്ട് ഏതാ? സെൻസർ ആണോ, MCB ആണോ, ലിമിറ്റ് സ്വിച്ച് ആണോ, ഇൻ്റർമീഡിയറ്റ് സ്വിച്ച് ആണോ? നല്ല ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏതാ വരിക? MCB ആണ് കറക്റ്റ് ആൻസർ വരിക. 49 ഹൗ സോഫ്റ്റ് സ്റ്റാർട്ട് കൺട്രോളർ കൺട്രോൾസ് ദി സ്പീഡ്. ഹൗ സോഫ്റ്റ് സ്റ്റാർട്ട് കൺട്രോളർ കൺട്രോൾ ദി സ്പീഡ്. കൺട്രോൾ പവർ ആൻഡ് ഫ്രീക്വൻസി. എങ്ങനെയാണ് സോഫ്റ്റ് സ്റ്റാർട്ട് കൺട്രോളർ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ചോദ്യം ചോദിക്കാം കേട്ടോ. സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന ആളുടെ പേരെന്താ? സോഫ്റ്റ് സ്റ്റാർട്ട് കൺട്രോളർ. ഓക്കെ, ഇയാൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? ഇയാൾ പവറിനെയും ഫ്രീക്വൻസിനെയും കൺട്രോൾ ചെയ്തിട്ടാണോ, അതോ കറൻറ്റിനെയും ഫ്രീക്വൻസിനാണോ, അതോ വോൾട്ടേജിനെയും ഫ്രീക്വൻസി ആണോ, അതോ റെസിസ്റ്റൻസിനെയും ഫ്രീക്വൻസിനെയും കൺട്രോൾ ചെയ്തിട്ടാണോ ഇയാൾ സോഫ്റ്റ് സ്റ്റാർട്ട് കൺട്രോളർ വർക്ക് ചെയ്യുന്നത് ചോദിക്കുന്നത്.
സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? സോഫ്റ്റ് സ്റ്റാർട്ട് കൺട്രോളർ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. 49 ഏതാ കറക്റ്റ് ആൻസർ വരിക? സി ആണ് കേട്ടോ. വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും കൺട്രോൾ ചെയ്തിട്ടാണ് ഇയാൾ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. വാട്ട് ഇസ് നെയിം ഓഫ് പാർട്ട് മാർക്കഡ് എക്സ്? നോക്കട്ടെ, ആൻസർ ചെയ്യാൻ നോക്കട്ടെ. 50ാമത്തെ ക്വസ്റ്റ്യൻ 50 ബി ആണ് കേട്ടോ. ലൂബ്രിക്കേറ്റിംഗ് പമ്പാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി 51 വിച്ച് ആംഗിൾ ഈസ് ടു ബി ചെക്ക്ഡ് ബൈ ട്രൈ സ്ക്വയർ ഇൻ ദി ഗ്ലാസ് പാനൽ ഓഫ് എസ്കലേറ്റർ ഇൻസ്റ്റാളേഷൻ? ഇൻസ്റ്റാളേഷൻ ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഏത് ആംഗിളാണ് നമുക്ക് ചെക്ക് ചെയ്യാം? ഏതാ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഒരുപാട് പറഞ്ഞാൽ എത്ര? 90 ഡിഗ്രി ആയിട്ട് ആൻസർ വരിക. ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. വിച്ച് പ്ലേസ് ലൈവ് ടെസ്റ്റിംഗ് ഓഫ് കൺട്രോളർ ടു ബി ഡൺ? ഏത് പ്ലേസിലാണ് കൺട്രോളറിൻ്റെ ലൈവ് ടെസ്റ്റിംഗ് ചെയ്യുക? ഇൻസൈഡ് ഓഫ് മെഷീനറി സ്പേസ് ആണോ, മെഷീനറിയുടെ പുറത്താണോ, അതോ ടോപ്പ് ഓഫ് മെഷീനറി സ്പേസ് ആണോ, അതോ ബോട്ടം ഓഫ് മെഷീനറി സ്പേസ് ആണോ? റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യം കേട്ടോ. 52ാമത്തെ കറക്റ്റ് ആൻസർ വരിക മെഷീനറി സ്പേസിൻ്റെ ഔട്ട് സൈഡ് ആണ് കേട്ടോ. 53 വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മെയിൻ്റനൻസ് സ്വിച്ച് യൂസ്ഡ് ഇൻ എസ്കലേറ്റർ? എസ്കലേറ്ററിൽ ഉപയോഗിക്കുന്ന മെയിൻ്റനൻസ് സ്വിച്ചിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓൺ ഓപ്പറേറ്റിംഗ് സർക്യൂട്ട് ആണോ, അതോ കട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സർക്യൂട്ട് ആണോ, അതോ സ്വിച്ചിങ് സേഫ്റ്റി സർക്യൂട്ട് ആണോ, അതോ അലാം സർക്യൂട്ടിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ മെയിൻ്റനൻസ് സ്വിച്ച് ഉപയോഗിക്കുന്നത് ചോദിക്കുന്നത്? ഏതാ വരിക? കട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സർക്യൂട്ട് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ജസ്റ്റ് നല്ലപോലെ പഠിക്കുക. പിന്നെ ഇലക്ട്രോണിക്സ് സിസ്റ്റംസ് അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മിനിമം 50 മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾ സേഫ് സോണിലാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.